ഹായ്, ഈ വീഡിയോയിൽ എങ്ങനെയാണ് ലേസർ മെഷീനിൽ ചില്ലറിന്റെ വാട്ടർ റീപ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ചില്ലറിനെ താഴെയുള്ള ലെവലിൽ നിന്ന് ഒരു സ്റ്റൂളിൽ മുകളിലെടുത്ത് വെക്കാം. താഴെ വാട്ടർ ഡ്രെയിൻ ചെയ്യുന്നതിന് ഒരു നാപ്പ് ഉണ്ടാവും. അത് റിമൂവ് ചെയ്തതിന് ശേഷം ബക്കറ്റിൽ ഫുള്ളായിട്ട് വാട്ടർ ഡ്രെയിൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. മുകളിൽ വാട്ടർ ഫിൽ ചെയ്യുന്ന ക്യാപ്പ് കുറച്ച് ലൂസാക്കിയാൽ എയർ ഫ്ലോ കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് വാട്ടർ പുറത്തേക്ക് പോകുന്നത് വേഗത്തിലാവും. ഫുള്ളായി വാട്ടർ ഡ്രെയിൻ ആയതിനു ശേഷം നാപ്പ് ലോക്ക് ചെയ്യണം. അതിനുശേഷം മുകളിലുള്ള ക്യാപ്പ് ഫുള്ളായി ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫണൽ വെച്ച് നമ്മൾ നോർമലായി റെഗുലറായി കുടിക്കാൻ യൂസ് ചെയ്യുന്ന വാട്ടർ തന്നെ യൂസ് ചെയ്യാം. ഇതിൽ ബോർ വാട്ടറോ സാൾട്ട് കണ്ടന്റ് കൂടുതലായിട്ടുള്ള വാട്ടറോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന വാട്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വാട്ടർ ലെവലിന് ഇതിന്റെ ബാക്ക് സൈഡിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ യെല്ലോ മാർക്കിംഗ് വരുന്നത് വരെ വാട്ടർ ഫിൽ ചെയ്യാം. ഫിൽ ചെയ്തതിന് ശേഷം പുറത്തെവിടെയെങ്കിലും വാട്ടർ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായി ക്ലീൻ ചെയ്യണം. ലേസർ മെഷീൻ ഓൺ ചെയ്യാതെ ചില്ലർ മാത്രം ഓൺ ചെയ്തോളൂ. ഓൺ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായി വാട്ടർ ഫുള്ളായി സർക്കുലേറ്റ് ആവും. സർക്കുലേറ്റ് ആവുമ്പോൾ തന്നെ എയർ ബബിൾസ് ലേസർ ട്യൂബിൽ ഉണ്ടാവും. എയർ ബബിൾസോടുകൂടി ലേസർ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഓപ്പറേറ്റ് ചെയ്താൽ ട്യൂബ് ഡാമേജ് ആവും. സോ വാട്ടർ ഇൻലെറ്റ് ആകുന്ന ട്യൂബ് നിങ്ങൾ ലോക്ക് ചെയ്ത് റിലീസ് ചെയ്താൽ പ്രഷർ കൂടുതലായി വരും. അതുകൊണ്ട് ആ പ്രഷറിൽ വാട്ടർ ബബിൾസ് ഫുള്ളായി ക്ലിയർ ആവുന്നതായിരിക്കും. വാട്ടർ ബബിൾസ് ഫുള്ളായി ക്ലിയർ ആയോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ മെഷീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായി അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.